അസ്സലാമലൈക്കും. ഇന്ന് നമ്മളൊരു വെറൈറ്റി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കണമെന്ന് നോക്കാം. നമ്മളൊരു 3 സവാള കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്. ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം കൈ വെച്ചിട്ട്. സവാള ഉപ്പും കൂടെ ഒന്ന് തിരുമ്മി വെച്ചാൽ സവാള ഒരു കുഴഞ്ഞ പരുവത്തിലായി കിട്ടും. സവാളയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. ഈ ഒരു പരുവത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നടുവേ കീറി കൊടുക്കാം. അപ്പോൾ ഇതാ 3 മുട്ടയും നമ്മളിതുപോലെ നടു പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിൽ കുറേശ്ശെ കുരുമുളകിൻ്റെ പൊടി ഒന്ന് തൂവി കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ മുഴുവൻ മുട്ടമലും കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം കുഴച്ച് വെച്ചിട്ടുള്ള സവാള ഒന്നെടുത്ത് നോക്കുക. ഇതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും, നനവുണ്ടാവും. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പില, ഒരു പിടി മല്ലിയില ഒന്ന് ചെറുതാക്കി അരിഞ്ഞതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഒത്തിരി പൊടികളൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല. ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കൊരു 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. മൈദ ആയാലും കുഴപ്പമില്ല. അത് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ തന്നെ ഉണ്ടാവും, അത്യാവശ്യത്തിനൊരു നനവ് ഇതിൽ തന്നെ ഉണ്ടാവും. ഇനി ആവശ്യമെങ്കിൽ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത്തിരി ലൂസായി പോവരുത്. ഞാനൊരു ടേബിൾ സ്പൂൺ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിലാണ് നമുക്ക് ഈ ഉള്ളിയുടെ മിക്സ് കിട്ടേണ്ടത്. ഇത്തിരി ലൂസായി പോയാൽ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ നന്നായിട്ട് കിട്ടൂല. അപ്പോൾ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ കൈയൊക്കെ ഒന്ന് ക്ലീനാക്കി വന്ന് ചെറിയതായിട്ടൊരു നനവോട് കൂടി കയ്യിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പൊളിച്ച് വെച്ചിട്ടുള്ള ഒരു മുട്ട ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുത്തിട്ട് മേൽഭാഗം ഒന്ന് കുറച്ച് മാവെടുത്തിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് 2 കൈയും വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. മുട്ടയുടെ എല്ലാ ഭാഗവും നന്നായിട്ട് കവറായി കിട്ടണം. മുട്ട പുറത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ആകെ പൊട്ടിത്തെറിക്കും. എല്ലാ ഭാഗവും നന്നായിട്ട് കവറായി കിട്ടിയിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. ചെറിയൊരു നനവോട് കൂടി ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് ബോളാക്കി എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ മുഴുവൻ മുട്ടയും നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇതാ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ല ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് മുട്ടയുടെ മുകളിൽ നിന്ന് ആ ഉള്ളിയുടെ മിക്സൊക്കെ എണ്ണയിൽ കുഴഞ്ഞു പോവും. നല്ല ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക. നമ്മൾ സ്നാക്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ഒരു ഭാഗം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അതാ ഇതേപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. മുഴുവൻ സ്നാക്സും നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.